കണ്ടോ കക്ക നമ്മൾ കടമണ്ണെന്ന് പറയും. അതാണ് താണ്ടെ ഒരു കക്കയുടെ ചെറിയ ഭാഗം ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഉണ്ട് കക്ക, മൊത്തം കക്കയാ. കേരളത്തിൽ ഇപ്പൊ നാഷണൽ ഹൈവേ പണി നടക്കുന്ന നമുക്കറിയാം. പലയിടങ്ങളിലും ഈ മണ്ണ് മതിൽ പോലെ കെട്ടിവെച്ചേക്കുന്ന നാഷണൽ ഹൈവേയുടെ ഈ പല ഭാഗങ്ങളും ഈ പൊളിഞ്ഞു വീഴുന്നതായിട്ട് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിൽ പലയിടത്തും പില്ലർ എലിവേറ്റഡ് ഹൈവേ വേണമെന്ന് പറഞ്ഞ സമരങ്ങളും കാര്യങ്ങളും നടക്കുന്നുണ്ട്. നമ്മളും അങ്ങനെ പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്ത വീഡിയോയുടെ ഫലമായിട്ട് കൊല്ലത്ത് പലയിടത്തും പില്ലർ എലിവേറ്റഡ് ഹൈവേ സാധ്യമാവുന്നുണ്ട്. പക്ഷെ ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഈ പില്ലർ എലിവേറ്റഡ് ഹൈവേ അല്ലാതെ രണ്ട് സൈഡിലും മതിൽ പോലെ കെട്ടി അകത്ത് മണ്ണിട്ട് നിറച്ചിട്ടുള്ള ആ ഒരു ഫ്ലൈ ഓവർ ഉണ്ടല്ലോ, അതിൽ ഇടാൻ കൊണ്ടുവച്ചിരിക്കുന്ന മണ്ണ്. നോക്കിയോ, ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ മണ്ണ് ഇവിടെ നിരത്തിയിട്ടിരിക്കുന്നത്. പക്ഷെ ഞാനിപ്പോ ഒരു സംശയം പ്രകടിപ്പിക്കുകയാണ്. ഇതിപ്പോ കായലിൽ നിന്നോ മറ്റോ വാരിക്കൊണ്ട് വന്നതാണ്. ഈ കട്ടി കുറഞ്ഞ ഈ ഒരു മണ്ണാണോ അതിനകത്ത് നിറയ്ക്കേണ്ടത്? സാധാരണ ഗ്രാവല് പോലത്തെ കട്ടിയുള്ള ഉറച്ച മണ്ണിട്ടല്ലേ ഇത് ഫില്ലാക്കേണ്ടത്. പക്ഷെ ഞാൻ കാണിച്ചു തരാം. കണ്ടോ കക്ക കാര്യങ്ങളൊക്കെ അതുപോലുണ്ട്. നമുക്കറിയാം നമ്മുടെ വീടിന്റെ മുന്നിലൊക്കെ പണ്ടിടാനായിട്ടുള്ള ഭയങ്കര കട്ടി കുറഞ്ഞ മണ്ണുണ്ടല്ലോ, മറ്റേ മരുഭൂമിയിലെ പോലത്തെ മണ്ണുണ്ടല്ലോ, കായലിൽ നിന്ന് വാരിക്കൊണ്ട് നമ്മൾ കടമണ്ണെന്ന് പറയും. അതാണ് താണ്ടെ ഒരു കക്കയുടെ ചെറിയ ഭാഗം ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഉണ്ട് കക്ക, മൊത്തം കക്കയാ. നോക്കിയോ കക്കട അവിടെ ഇടല്ല. ഇത് മൊത്തം ഈ വെളുത്ത് കാണുന്നത് മൊത്തം ആ കക്കയുടെ ഒരു ഭാഗമാണ്. കേരളത്തിലൊരു പാരിസ്ഥിതിക രീതി വെച്ചിട്ട് പില്ലർ എലിവേറ്റഡ് ഹൈവേ ആണ് വേണ്ടത്. പക്ഷെ ഈ മണ്ണ് മതിൽ ഉണ്ടാക്കുന്നതും പോരാതെ അതിനകത്ത് ഇട്ട് നിറയ്ക്കുന്ന മണ്ണ് ഇങ്ങനത്തെ മണ്ണും കൂടെ ആണെങ്കിൽ എത്രത്തോളം ഇത് പിടിച്ചു നിൽക്കും? ഈ മണ്ണ് ഇതിനകത്ത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം അതിന് ശക്തി ഉണ്ടാവും എന്നുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. അത് നിങ്ങളിലേക്കൊന്ന് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് കേന്ദ്രം കൃത്യമായി ഇടപെട്ട് ഇവിടെ ടെൻഡർ കൊടുത്ത് നടത്തുന്നു. പക്ഷെ ഇവിടുത്തെ ഏറ്റെടുക്കുന്ന കോൺട്രാക്ടേഴ്സ് അവർ സബ് കൊടുക്കുന്നതായിരിക്കും. അവരായിരിക്കും ഒരു പക്ഷേ ഇങ്ങനത്തെ പരിപാടി ചെയ്യുന്നത്. മെയിൻ മുകളിൽ ഉദ്യോഗസ്ഥരോ ഇതിന്റെ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരോ ആളുകളോ ഇതൊന്നും അറിയുന്നുണ്ടാവത്തില്ല. പലയിടത്തും റോഡ് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ ഇതിന്റെ അനന്തരഫലമാണോ എന്നും കൂടെ നമ്മൾ പരിശോധിക്കണം.